ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്കക്കുളി കഴിക്കും. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോണ വാർത്ത നിങ്ങൾക്കൊരിക്കലും ഉറക്കം വരില്ല. നിങ്ങളിപ്പോൾ കാണാൻ പോണ വാർത്ത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉടല് കൂത്തിയിരിക്കുന്നു. ദയം പോകുന്നവർ അവരെ കൊത്താമറ്റാൽ വരികയാണ്. ഞങ്ങളെല്ലാം ബന്ധുകയാണ്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഭക്ഷണമേ ഇല്ല. ഞങ്ങൾക്കിപ്പോൾ ഭക്ഷണം വേണം. ഞങ്ങളുടെ കുറച്ച് പങ്കും കൊണ്ടാണ് 25 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. ആ പങ്ക് ഞങ്ങൾ അതിന് പോയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം പങ്കുകാരൻ ഉണ്ടാക്കിയിട്ടാണ് ഇത് ലോകം മുഴുവൻ ഇന്ത്യയിൽ ഫുള്ള് സഞ്ചരിച്ചോക്കാം. അപ്പോൾ ഇതാണല്ലേ നിങ്ങളുടെ പ്രശ്നം? അത് വലിയ കഷ്ടമാണ്. ഞങ്ങളിവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം പോയി. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പോയി. പക്ഷെ ഞങ്ങൾക്ക് അത്രയും വിഷമം വന്നിട്ടില്ല. ഓക്കെ, അടുത്തയാൾ വന്നോളൂ. ഞാനാണെങ്കിൽ ഇവിടുത്തെ മഹാരാജാവിൻ്റെ മകനാണ്. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മഹാരാജാവിൻ്റെ മകനാണ്. ഞങ്ങളിതൊക്കെ അറിഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഉറങ്ങുന്ന സമയമായിരുന്നു. അങ്ങനെ സമയത്ത് ഞങ്ങൾ ബിം 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 ഒക്കെ ഞങ്ങളെല്ലാം പേടിച്ചു. ഞാൻ എൻ്റെ വണ്ടി എടുത്തു. ഞാൻ ആ വണ്ടി ഓടിച്ച് പോവുകയായിരുന്നു. വണ്ടി ഓടിച്ച് ബാക്കി ജനങ്ങളെയും കയറ്റി പോയി. വേഗം തന്നെ ഞങ്ങൾ 300 അടി ദൂരത്തോട്ട് പോയെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അതെയോ, അങ്ങനെ നിങ്ങൾ പോയി രക്ഷപ്പെട്ടല്ലേ? എന്നാൽ നിങ്ങൾ മറ്റേ കായലച്ചത്തിനെ മാനച്ചത്തിനെ തിരിച്ചുകൊണ്ടിരിക്കണം. കയച്ചത്തിന് മാനച്ചത്തും വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഞങ്ങളൊക്കെ ഒരു മൃഗങ്ങളല്ലേ. ഞങ്ങളെല്ലാം പോയല്ലോ. ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലവും പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടി സയൻറ്റിസ്റ്റുമാരാണ്. ഇനി ഇതൊക്കെ കണ്ടുപിടിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങൾ ഒരു സമ്പാദത്തോടെ തന്നെ ഇച്ച് പങ്ക് തരണം. അതോടെയാണ് ഞങ്ങളുടെ കാട്, ഈ കാട് ഇത്രയും ബലപ്പെട്ടതായി. ഞങ്ങൾ ഏറ്റവും ബലപ്പെട്ട ഒരു നിധി പോലെ കണ്ടുകൊണ്ടിരുന്ന കാടാണിപ്പോൾ ഈ അതെയോ, ഞങ്ങൾ ഇന്ന് നിങ്ങളെ ഇതിൽ സഹായിക്കാം. ഇന്നത്തെ മഹാരാജാവ് സിംഹരാജൻ, ഈ കാത്ത് രാജാവ്. ഞാനാണ് ഇവിടുത്തെ തലവൻ മാത്രമാണ്. ഞാൻ മഹാരാജാവിൻ്റെ റാണിയനാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഉരുളോത്തിൽ? പെട്ടെന്ന് വന്ന ഈ ഉരുളോത്തിൽ എൻ്റെ വീട്ടിൽ വെച്ച 6 ലക്ഷത്തിൻ്റെയും 30 ലക്ഷത്തിൻ്റെയും എല്ലാ രൂപയും പോയിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഫുള്ള് ഏലക്ക വെച്ചിട്ടുണ്ട്. ഞാൻ ഏലക്ക വിൽക്കും. എൻ്റെ ജോലി ആ ഏലക്കയും പോയി. കാത്ത് രാജാവിൻ്റെ വിഷമം എന്താണ് പറയൂ? കാത്ത് രാജാവ്, എന്ത് വിഷമം? എനിക്കാണെങ്കിൽ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ കുറേ നാട്ടുകാർ ഫുള്ള് ജോലി ചെയ്യുന്നവരാണ്. ജോലി ചെയ്യുന്ന റിസോർട്ടാണ്. ആ റിസോർട്ടിൽ എനിക്ക് ആ റിസോർട്ടും അങ്ങ് പോയി. ഇതിൽ പോയ ഈ റിസോർട്ട് കാരണം ഞങ്ങളെ പൂക്കിൽ ചങ്ങടിച്ച റിസോർട്ടാണ്. അതെല്ലാം പോയി. ഞങ്ങൾക്കിപ്പോൾ ഒന്നും അതാണല്ലേ കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ സഹായിക്കണം. ഞങ്ങൾ സഹായിക്കണം. ഞാൻ ഗാണ്ടാനുകം പറയും, നിൻ്റെ വിഷമം പറയും. ഞങ്ങളുടെ വിഷമം ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ഇനി ഒരിക്കലും അറിയാൻ ഓട്ടിക്കൂടി നടക്കില്ല. അത് ഞാൻ റോഡ് ശരിയാക്കി തരാം. ശരി, താങ്ക് യു. എനിക്ക് എന്ത് ചെയ്യാനാ? എനിക്കിപ്പോൾ ഈ ഉടലോട്ടിൽ കഴിക്കാൻ പുല്ലില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും? നിങ്ങൾക്കും ഞാനിവിടെ പുല്ല് വെച്ച് തരാം. ഞങ്ങൾ പുല്ല് വെച്ച് തരാം. ഓക്കെ, ഈ അടുത്ത് ലാസ്റ്റ് കളിയും പുലികൾ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാം പോയി.
ഞങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ മീനില്ല. ഇവിടത്തെ ഈ വെള്ളച്ചാട്ടത്തിൽ കൂടി പോയപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ തിറങ്ങാൻ പറ്റാണ്ടായി. ഞങ്ങളിന്ന് എങ്ങനെയായാലും എനിക്ക് മീനെ പിടിക്കും. എന്ത് ചെയ്യും? ഞങ്ങൾക്കിനി ഈ വസ്തുവിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഈ മരങ്ങൾ കാരണം ഈ മരം തന്നെ ഞങ്ങൾ പ്രശ്നത്തിലാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യും? ഞങ്ങളല്ലാതെ ജീവികളല്ലേ. ഞങ്ങളെ കാട് തന്നെ ഞങ്ങളുടെ സമ്പത്താണ്. ഞങ്ങളെല്ലാം വ്യക്തിയോട് സൂക്ഷിച്ചുകൊണ്ടിരുന്ന കാടുകളാണ്. ഇപ്പോഴൊരു ഈ ഞങ്ങളല്ല വ്യക്തിയോട് സൂക്ഷിച്ചിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശം പോലും ഞങ്ങളെ കാറ്റിൽ വീണിടുന്നില്ല. ആ കാരണം ഇപ്പം മരവും കല്ലും വെച്ച് എങ്ങനെ ആക്കിയിട്ട് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളില്ല. എന്ത് വിഷമാണ് നിങ്ങൾക്ക്? എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് എൻ്റെ മീനുകളെല്ലാം പോയി. ഈ വെള്ളച്ചാട്ടത്തിൽ കൂടി മീനുകളെല്ലാം ഒഴുകിപ്പോയി. ഇനി ഞങ്ങൾക്ക് മീനുകൾ കിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ ഭക്ഷണം എന്നുള്ളത് ഞങ്ങളൊന്ന് സൂക്ഷിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ തന്നോളും. ഞങ്ങളെല്ലാവരും തന്നെ വലിയ കഷ്ടപ്പാടിലാണ്. നിങ്ങൾ എന്ത് ചെയ്യും? എന്താണ് ഞങ്ങൾ ചെയ്യുക? ഞങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങളൊന്ന് പറ. നിങ്ങൾ എന്തൊരു ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യണം എല്ലാം. ഒന്നാണ്ട് ചെയ്തു തരാം. ഞാനും ഞങ്ങളും നല്ല കാര്യം